ഹലോ, ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഓണം സെലിബ്രേഷൻ ആണ്. നമ്മൾ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് 8 വർഷമായിട്ടോ. ഇതുവരെ സ്റ്റുഡിയോയിൽ നമ്മൾ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റുഡിയോയിൽ ഒരു ഓണം സെലിബ്രേഷൻ വേണം എന്നുള്ള ആഗ്രഹം നമ്മൾ കൂടുതൽ നമ്മുടെ സ്റ്റാഫിന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് സന്തോഷത്തിനും നമ്മളുടെ സന്തോഷത്തിനും എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഇത്തവണത്തെ ഓണം നല്ല അടിപൊളിയാക്കി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. കാറ്ററിങ് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കേട്ടോ. നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന നേരം കൊണ്ട് അവർ പൂക്കളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ഓഫീസ് റൂമിലും അതുപോലെ തന്നെ സ്റ്റുഡിയോ റൂമിലും 2 പൂക്കളം, ഒരു വലിയ പൂക്കളം ഒരു മീഡിയം സൈസുള്ള പൂക്കളം അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ വിളമ്പി എല്ലാവരും കഴിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ഹാപ്പിനെസ്സിൻ്റെ പിന്നിൽ നമ്മളൊരു കൂട്ടുകെട്ട് തന്നെയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. ഇതുവരെ നമ്മൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ സ്റ്റുഡിയോയിൽ. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങൾ ഫുഡ് കഴിച്ചു. അവസാനം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് അവിടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. ഇതായിരുന്നു ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ. അടുത്ത തവണ ഒന്നും കൂടി ഗ്രാൻഡ് ആക്കണമെന്ന് ഇപ്പോഴേ പ്ലാൻ ചെയ്യാണ്. നടന്നാൽ മതിയായിരുന്നു. നമ്മൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്തൊന്നും നടക്കില്ല എന്ന് പറയില്ലേ, അങ്ങനെ ആവാതിരിക്കട്ടെ. നല്ലൊരു ഓണം അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഓണം സെലിബ്രേഷൻ. നിങ്ങൾ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു വൈബ് ഓണമായിരുന്നോ, അത് ഒരു നോർമൽ ഓണമായിരുന്നോ, അത് ഓണം ഉണ്ടായിരുന്നില്ലേ, ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ.